നിങ്ങളിൽ പലരും ഇതുപോലെ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണെന്ന് മനസ്സിലായോ? നമ്മളുടെ ചെടികളുടെ സൈഡിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ ഉള്ളിലോ ഒക്കെ ആയിട്ട് വളർന്നു നിൽക്കുന്ന ഈ ചെറിയ തക്കാളി തൈകൾ. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇതേപോലെ നിൽക്കുന്ന ചെറിയ തൈകൾ ഞാൻ കുറച്ചു നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് പറിച്ചു കളയുമായിരുന്നു. അങ്ങനെ എല്ലാ ചെടിച്ചട്ടികളിലൊന്നോണം ഇതേപോലെ ചീരയും തക്കാളിയൊക്കെ മുളച്ചു നിൽക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെ മുളച്ചു നിൽക്കുന്ന തക്കാളി തൈകൾ എന്തിനാ നമ്മൾ കളയുന്നത്? അതൊരു ചട്ടിയിലാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം കൂടിയുണ്ട്, അതും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു തക്കാളി തൈകൾ നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം. നോക്കേ, വേരൊന്നും പൊട്ടാണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇത് നമ്മളുടെ ബയോബിനിൽ കിടന്ന് മുളച്ചു വരുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഞാൻ ബയോബിനിലാണ് കളയുന്നത്. അപ്പോൾ അതിൽ കിടന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിട്ടാണ് മുളച്ചു വരുന്നത്. അപ്പോൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തൈ വാടിപ്പോവും. ഇനി എവിടേക്കാ ഉള്ളതെന്നൊന്ന് നമുക്കൊന്ന് തപ്പിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലെവിടെയെങ്കിലും ചട്ടികളിൽ കാണണം, ഹാങ്ങിങ്ങിലൊക്കെ മുളച്ചു നിൽക്കുന്ന കാണാട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ അന്നേരമേ പറിച്ചു കളയുമായിരുന്നു. അപ്പൊ ഈ 2 ചട്ടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം. നമ്മളുടെ ബോഗൺവില്ലയുടെ ചട്ടിയിലാണ് കേട്ടോ ഇത് മുളച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇളക്കൊന്നും തട്ടാണ്ട് ഞാൻ ഈ 2 തക്കാളി തൈകളും അവിടെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മേളില് വേറെ ചട്ടിയിൽ നോക്കിയെങ്കിലും കണ്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ബക്കറ്റിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയൊന്ന് തപ്പണമല്ലോ, ഇനി എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അത് കിട്ടിയാലാണ് നമുക്ക് ബാക്കിയുള്ളതും കൂടി നട്ടു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തൽക്കാലം ഈ വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. ഹാങ്ങിങ്ങിൽ ഞാൻ ബോഗൺവില്ലാസ് നട്ടിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിലും ഇതേപോലെ തക്കാളി തൈകൾ മുളച്ച് നിൽക്കാറുണ്ടായിരുന്നു. അത് കണ്ടോ, തക്കാളി തൈയാണ് കേട്ടോ മുളച്ച് നിൽക്കുന്നത്. വളർന്നങ്ങട് ഒരുപാട് വന്ന കൊമ്പ് ഞാൻ ഒടിച്ചു കളഞ്ഞാട്ടോ. അവിടെ നിന്ന് പിന്നെയും കിളിർത്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതല്ലാണ്ട് സൈഡിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് പാവക്കയും മുളച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. പാവക്കയിൽ അത്യാവശ്യം പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിലത്തും മണ്ണിൽ നിൽക്കുന്ന ചെടികൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ കിട്ടിയ ചെടികളൊന്ന് നട്ടുകൊടുക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മണ്ണൊരുക്കാം. എൻ്റെ അടുത്ത് ചെടിച്ചട്ടി അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടി 2 ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പോട്ടിലോട്ടായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. തക്കാളി തൈകൾ നടുമ്പോൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മളുടെ തക്കാളി തൈകൾ നിൽക്കാനായിട്ട്. അതേപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി തൈകൾ കുറച്ചങ്ങോട്ട് വളർന്നു വരുമ്പോൾ സപ്പോർട്ട് വേണ്ട ഒരു ചെടി കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കിലോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ വളർത്താനായിട്ട്. അപ്പോൾ മണ്ണൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തില് നാച്ചുറൽ ആയിട്ടുള്ള വളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി തൈകൾ പലർക്കും അറിയില്ല അല്ലെ, ഇതേപോലെ മുളച്ചു നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നടേണ്ടതെന്നൊക്കെ. ഞാൻ അത്ര വലിയ ഗാർഡൻ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഈ ചട്ടി നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിൽ വരെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തക്കാളി തൈകൾ നട്ടു കഴിഞ്ഞാൽ വീട്ടിലെ അത്യാവശ്യത്തിന് നമുക്ക് ഇവിടെ നിന്നും തന്നെ പറിച്ചെടുക്കാം കേട്ടോ. നമുക്കറിയാലേ മാർക്കറ്റിൽ വരുന്ന പച്ചക്കറികൾ എത്രത്തോളം വിഷമുള്ളതാണെന്ന്. അപ്പോൾ നമ്മളുടെ വീട്ടില് ഒരു തക്കാളി എങ്കിൽ ഒരു തക്കാളി അത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ മണ്ണൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മളുടെ തക്കാളി തൈകൾ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ മേളിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് നട്ടു കൊടുക്കാം. 3 തൈകളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പോട്ടായതുകൊണ്ട് ഒരു തൈ ഒരു പോട്ടിലും മറ്റേ 2 ചെറിയ തൈകൾ വേറൊരു പോട്ടിലും ആയിട്ട് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീടുകളിൽ ഇതേപോലെ മുളച്ചു നിൽക്കുന്ന തക്കാളി തൈകളോ പച്ചമുളകോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ,
നമുക്കിതാ ഇതേപോലെ ഒരു ചെടിച്ചട്ടിയിലേക്ക് അതിനൊന്ന് മാറ്റി നട്ടാൽ, കുറച്ചൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ പറ്റും കേട്ടോ. മാറ്റി നട്ട് കഴിഞ്ഞാൽ ചെടി അങ്ങോട്ട് നശിച്ചു പോയാലോ, അല്ലെങ്കിൽ നമ്മൾ നട്ടാൽ അതിൽ കായ്കൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചാണ് പലരും ചെടികൾ ഇതേപോലെ മുളച്ച് നിൽക്കുന്നത് പറിച്ചു കളയുന്നത്. അങ്ങനെ പറിച്ചു കളയുന്നതിന് പകരം ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ ദാ ആ 2 പോട്ടും ഏറ്റവും മേളിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം. ഞാൻ താഴത്തെ തക്കാളി തൈകൾ നട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് മേളിൽ നട്ടപ്പോഴാണ് അതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടിയത്. ദാ ഒന്ന് നോക്കിയേ, ഇതെന്റെ തക്കാളി തൈയാണ് കേട്ടോ. ഞാൻ വെറുതെ കൊണ്ടുവന്ന് നട്ടതാണേ. ദാ നോക്കിയേ, അതിൽ തക്കാളി ഉണ്ടായിരിക്കുന്ന കണ്ടോ. ഇത് എൻ്റെ വീട്ടിൽ കിടന്ന് മുളച്ച ഒരു തക്കാളി തൈയാണ്. ഞാൻ അത് പറിച്ചു കളയുന്നതിന് പകരം ഇതേപോലെ ഒരു പോട്ടിൽ നട്ടുവെച്ചു. അപ്പൊ ദാ നോക്കിയേ എത്രത്തോളം കായ്കൾ അതിലുണ്ടാവുന്നുണ്ടെന്ന്. ഇത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ ഇവിടെ മുളച്ച് നിൽക്കുന്ന തക്കാളി തൈകൾ കൊണ്ടുവന്നിട്ട് നട്ടുകൊടുത്തതാണ് കേട്ടോ. തക്കാളി തൈകൾ എന്തിനാണ് കളയുന്നത്? ഇതേപോലെ ഒരു പോട്ടിൽ നട്ടാൽ നമ്മൾക്ക് നമ്മളുടെ വീടിനാവശ്യത്തിന് ഒരു വട്ടമെങ്കിലും ഉപയോഗിക്കാൻ കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തക്കാളി തൈകൾ പറിച്ചെടുത്തിട്ട് ദാ ഇതേപോലെ ഇവിടെ നട്ടുകൊടുക്കുന്നത്. ഇവിടെ ആവുമ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല ഈ കായ്കൾ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു കിട്ടിയത്. അപ്പോൾ ആ സെയിം ചെടി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ഞാൻ ദാ നട്ടുകൊടുത്ത തക്കാളി തൈകളും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആവുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ട്. ആ ഒരു നെറ്റ് ആ ഒരു സൈഡിലേക്ക് വീണ് കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് പടർന്നിട്ടാണ് ഈ ഒരു തക്കാളി തൈകൾ കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കിടക്കുന്ന തക്കാളി തൈകളിൽ നിന്നും നമുക്ക് തക്കാളികൾ ഉണ്ടാക്കാൻ പറ്റും. ക്ഷമയോടെ കരുതലോടെ അതിനൊന്ന് മാറ്റി നട്ടുകൊടുത്താൽ കണ്ടില്ലേ, ഇതേപോലെ തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ പുറത്തു നിന്ന് തൈകൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു തൈകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിനെങ്ങനെ പരിപാലിക്കാം എന്നാവണം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആ ഒരു ചെറിയ തൈയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് തക്കാളികൾ മാത്രമല്ല, നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ്, നമ്മളുടെ ഒരു സന്തോഷം കൂടിയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറിയൊരു പ്രേരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. നിങ്ങളും ഇതേപോലെ വീട്ടില് തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ഒന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.